ഐസക്കിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ബിസിനസ്സിലേക്ക് ഫണ്ട് കണ്ടെത്താനായിട്ട് എങ്ങനെയാണ് അതിൻ്റെ സോഴ്സുകൾ ആക്ച്വലി? കുറേ ഇൻവെസ്റ്റേഴ്സായിട്ടും നമ്മളുടെ ഒരു ഇൻട്രാക്ഷനിൽ നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും നോക്കുക. ഞാൻ ചില ബിസിനസ്സുകളിൽ വളരെ സങ്കടകരമായി കണ്ടിട്ടുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്ത ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് വന്നു, ഈ തുടങ്ങിയ ആളെ അവർ പുറത്താക്കും. എനിക്കറിയാം ആൾക്കാരുണ്ട് അല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഐഡിയ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും ഐഡിയേഷൻ സ്റ്റേജിലൊക്കെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ആ ഐഡിയ നല്ലപോലെ പിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവർക്ക് കാശ് കിട്ടാത്തത്? അങ്ങനെയാണോ? ഐഡിയ പിച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അവരെപ്പോഴും നോക്കുന്നത് ഓൺട്രപ്രണറിൻ്റെ. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഐസക്കിനെ പരിചയപ്പെട്ടു. ഐസക്ക് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത നമുക്കൊരു ഫിനാൻസിനെ കുറിച്ചാകാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ ആൾക്കാർക്കും ബിസിനസ് ചെയ്യണം, ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഐഡിയയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മളെ തന്നെ പല ആൾക്കാരും വിളിക്കാറുണ്ട്, ഒരുപാട് ഐഡിയ ഉണ്ട്. ഫണ്ട് കണ്ടെത്താനുള്ള എന്തെങ്കിലും ആളുകളെ പരിചയമുണ്ടോ, ഏതെങ്കിലും സോഴ്സ് ഉണ്ടോ എന്നൊക്കെ പല ആൾക്കാരും എന്നെ പേഴ്സണലി വിളിക്കാറുണ്ട്. അപ്പം നമുക്കറിയില്ല, ഏതെങ്കിലും വള്ളിക്കെട്ട് പരിപാടിയാണ് നമ്മൾ തല പിടിക്കാറില്ല. ഞാൻ ഓപ്പണായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഐസക്കിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ബിസിനസ്സിലേക്ക് ഫണ്ട് കണ്ടെത്താനായിട്ട് എങ്ങനെയാണ് അതിൻ്റെ സോഴ്സുകൾ ആക്ച്വലി? നമ്മളിപ്പോൾ ഇബാദ് പറഞ്ഞ പോലെ തന്നെ ഐഡിയക്ക് ഈ നാട്ടിൽ ഒരു പഞ്ഞമില്ല. ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ ഇത് ഐസക്കിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരുപാട് വർക്കിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട്? അതെ, ഇപ്പം ഞാൻ എൻ്റെ ഒരു ചെറുപ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐഡിയകൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ എല്ലാവരും ഞങ്ങൾ കൂട്ടുകാർ കൂടിയിരിക്കുമ്പോൾ നമുക്ക് അത് ചെയ്താലോ ഇത് ചെയ്താലോ ഇങ്ങനെ കുറേ ഐഡിയകൾ വർക്കൗട്ട് ചെയ്യും. അപ്പൊ ഈ ഐഡിയക്ക് ഒരു പഞ്ഞോ ഇല്ല എന്ന് കുറച്ചുകൂടെ വളർന്നപ്പോൾ മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഇത് ഞങ്ങളുടെ മാത്രം തോട്ടാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും ഒരുപാട് ഐഡിയാസ് ആർ നോൺ മോണോപ്പൊളി എന്നാണ്. തീർച്ചയായിട്ടും. അതൊരു എക്സിക്യൂഷനിലേക്ക് വരുമ്പോഴാണല്ലോ ഒരു ബിസിനസ് ആവുക അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആവുക. അപ്പൊ പിന്നെ അവിടെ കുറച്ചുകൂടെ സീരിയസ് ആയി നമുക്ക് ഫണ്ടിങ്ങിന്റെ ആവശ്യം വരും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറേ ഇൻവെസ്റ്റേഴ്സായിട്ടും നമ്മളുടെ ഒരു ഇൻട്രാക്ഷനിൽ നമുക്ക് മനസ്സിലാക്കിയിടത്തോളം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും നോക്കുക ഹൗ കോൺഫിഡൻറ്റ് ദ ഓൺട്രപ്രണർ ഇസ്. അതായത് ഒരു ഓൺട്രപ്രണറിൽ ആ ബിസിനസ്സിൽ എത്ര കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് വളരെ പാളുവോ. അതായത് ഞങ്ങളുടെ പൈസ വെച്ച് അവൻ ബിസിനസ് ചെയ്യുന്നവനാണോ എന്ന് ഏറ്റവും മിനിമം അവർ നോക്കും. അപ്പം നമ്മൾ നമ്മുടെ 100% എഫേർട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സൊക്കെ പൂൾ ചെയ്ത് ബൂട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് വെച്ച് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്കെയിലിംഗ് അപ്പിലേക്ക് ചിലപ്പോൾ ഫണ്ടിന്റെ ആവശ്യം വരും. അല്ലെങ്കിൽ നമ്മളൊരു ഐഡിയേഷൻ സ്റ്റേജിലൊക്കെ ഫണ്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഐസക്ക് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഐഡിയ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. തീർച്ചയായിട്ടും ഐഡിയേഷൻ സ്റ്റേജിലൊക്കെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ആ ഐഡിയ നല്ലപോലെ പിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവർക്ക് കാശ് കിട്ടാത്തത്? അങ്ങനെയാണോ? ഐഡിയ പിച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അവരെപ്പോഴും നോക്കുന്നത് ഓൺട്രപ്രണറിന്റെ മുകളിൽ അവർക്കൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഇതാണ് കോൺഫിഡൻസ് ആണ്. ഞാനിപ്പോൾ ഐസക്കിൻ്റെ കാശുണ്ട്, എൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ ഐസക്കിന് തോന്നണം ഇബാദിനെ പൈസ കൊടുത്ത കാര്യം നടക്കുമെന്ന്. അതെ, ഞാനൊരു 100 കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾ 101ാമത്തെ ഒരു ബിസിനസ്സുമായിട്ട് ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പം ആ കോൺഫിഡൻസ് ലെവലിൽ ഒരു മാറ്റം വരാം. അപ്പം ആളെയാണ് അവർ ആദ്യമായിട്ട് നമ്മൾ സെല് ചെയ്യേണ്ടത്, നമ്മളെ തന്നെയാണ്, ഓൺട്രപ്രണറെയാണ് സെല് ചെയ്യേണ്ടത്. ആ കോൺഫിഡൻസിന്റെ മുകളിലേ അവർ നമ്മുടെ ഐഡിയനെ വാല്യൂ ചെയ്യുള്ളൂ. ഇത് പിന്നെ നമ്മുടെ ഒരു കപ്പാസിറ്റി പിന്നെ നോക്കും, നമ്മുടെ ടീമിനെ പറ്റി അവർ പഠിക്കും. ഇതിനൊക്കെ ശേഷമായിരിക്കും ഒരു ഐഡിയയുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ആ ഐഡിയ കുറച്ച് യുണീക്ക് ആവണം. എല്ലാവരും ചെയ്യുന്ന ഒരു സംഗതി എന്താ പറയുക, ഈ പുള്ളി വേറെ ഫോർമാറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. ഒരു യുണീക്കായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി വലിയ ലെവലിലേക്ക്, അങ്ങനെയുള്ള ഇതിനൊക്കെ എളുപ്പത്തിൽ എന്താ പറയുക ഈവൻ ഐഡിയേഷൻ സ്റ്റേജിലും ഫണ്ടിങ് നടക്കാറുണ്ട്. കിട്ടും. ഒരു നോർമൽ ലെവലിൽ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടേതായ ലെവലിൽ ഒന്ന് ബൂട്ട് സ്റ്റാപ്പ് ചെയ്ത്, നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞല്ലോ വർക്കിംഗ് ക്യാപിറ്റലും പറ്റുമെങ്കിൽ ക്യാപിറ്റൽ നമ്മളും നമ്മുടെ പാർട്ട്നേഴ്സൊക്കെ കൂടി അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഷോർട്ടേജ് ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവാം. അപ്പം ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്താ നമ്മളുടെ റിസോഴ്സുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ആവും, ഇദ്ദേഹത്തിൻ്റെ 100% ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചിലപ്പം നമ്മളുടെ ആയിരിക്കും എഫേർട്ട് ഐഡിയ ഒക്കെ നമ്മൾ കൂടുതൽ വേറൊരാളുടെ ഫണ്ട് വരുമ്പോൾ നമ്മൾ ഇതിനെ പ്രോപ്പറായിട്ട് എൻറ്റിറ്റീനെ സ്ട്രക്ചർ ചെയ്യണം. അദ്ദേഹത്തിനൊരു ഇക്വിറ്റി കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ഓണർഷിപ്പിന്റെ ഭാഗമോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് എടുത്ത് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, അദ്ദേഹത്തെ എങ്ങനെ ബിസിനസ്സിലേക്ക്
കൊണ്ടുവരാം. നമ്മളുടെ അതായത് ചിലപ്പോൾ നമ്മളെക്കാട്ടിലും വലിയൊരു പൈസ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ചില ഫോർമാറ്റുകളിൽ. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിന് എത്ര പെർസെൻറ്റേജ് കൊടുക്കാം, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിന് വാല്യൂ ഉണ്ടോ, അപ്പോൾ ഒരു ബിസിനസ് വാല്യുവേഷൻ നടത്തണം. അല്ലെങ്കിൽ നമ്മുടെ ഐഡിയൻ്റെ ഒരു വാല്യുവേഷൻ, ഒരു എന്താ പറയുക, നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്തിനെ ഒക്കെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ വാല്യൂ ചെയ്ത് അതിനനുസരിച്ച് അദ്ദേഹത്തിന് ഷെയർ കൊടുക്കാം. അപ്പോൾ എന്താ ഒരു മാനേജ്മെൻറ്റിൽ ഒരു വിൻ വിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ടേക്ക് ഓവർ. ഞാൻ ചില ബിസിനസ്സുകളിൽ വളരെ സങ്കടകരമായി കണ്ടിട്ടുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്ത ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് വന്നു, ഈ തുടങ്ങിയ ആളെ അവർ പുറത്താക്കും. അല്ലേ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ വളരെ ധാരണയോടെ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യണം. പ്ലാനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഐസക്ക് പറഞ്ഞ രീതി നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു പ്രോജക്റ്റിലേക്ക് ഒരു ഇൻവെസ്റ്റർ വരണമെന്നുണ്ടെങ്കിൽ ആ ഐഡിയന്മേലും അത് കൊണ്ടുവന്ന ആളുടെ മേലും ഒരു കോൺഫിഡൻസ് ഇൻവെസ്റ്റർക്ക് ഉണ്ടാകണം അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. യെസ്. ഒരുപാട് എന്താ പറയുക മെത്തേഡുകളുണ്ട്, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഓരോ ബിസിനസ്സിനും അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്ററിന് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേജിനനുസൃതമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്. അതായത് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും കടപ്പത്രം, ഡിബഞ്ചേഴ്സ്, ഇക്വിറ്റി, ഷെയർ അല്ലെങ്കിൽ കൺവേർട്ടബിൾ നോട്ട്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓരോ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സജസ്റ്റ് ചെയ്ത് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പുതിയൊരു ഐഡിയമായിട്ടൊരാൾ ഐസക്കിൻ്റെ അടുത്ത് സമീപിക്കുകയാണെങ്കിൽ അവനൊന്ന് സ്ട്രക്ചർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അവനെങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് വഴിയിലൂടെ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതെ, ഒരുപാട് മെത്തേഡുകളുണ്ട്, അതൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും അങ്ങനത്തെ ആളുകൾക്ക് ഗുണപ്രദമാകട്ടെ ഈ ഒരു എപ്പിസോഡ്, അല്ലേ? അപ്പോൾ എന്തായാലും ഐസക്കുമായിട്ടുള്ള നമ്മുടെ ഈ പോഡ്കാസ്റ്റ് സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒബ്വിയസ്ലി ബിസിനസ്സിൻ്റെ ഐഡിയയുമായിട്ട് നടന്നാൽ പോരാ, അതിൻ്റേതായിട്ടുള്ള കുറച്ച് തലങ്ങളുണ്ട്, അതാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും ഇരിക്കാം. തീർച്ചയായും. താങ്ക് യു.